നമ്മൾ ഈ മഹാനഗരങ്ങളെക്കുറിച്ചൊക്കെ, നമ്മുടെ മെട്രോ നഗരങ്ങളെക്കുറിച്ച്, ഇപ്പോൾ തിരുവനന്തപുരം ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, നമ്മുടെ വലിയ നഗരങ്ങളാണല്ലോ. ഈ നഗരങ്ങളിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ നമ്മൾ വരുന്ന വണ്ടി, നമ്മൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഇത് എവിടെ കൊണ്ടിടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പാർക്കിംഗ്, സ്ഥലപരിമിതി നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വലിയ നഗരങ്ങളിലൊക്കെ പാർക്കിംഗ് സ്പേസുകൾ ഒരുക്കിക്കൊണ്ട് നഗരസഭാ ഭരണ സംവിധാനങ്ങൾ തന്നെ പുതിയ മാതൃകകൾ തീർത്തിട്ടുണ്ട്. അത്തരത്തിൽ കൊച്ചിയിൽ ഇതാ ഒരു പുതിയ മാതൃക എത്തുകയാണ്. പാർക്ക് കൊച്ചി മൊബൈൽ ആപ്പ് വഴി പാർക്കിംഗ് ഏരിയ ബുക്ക് ചെയ്ത് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് സ്മാർട്ട് പാർക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിയിലൂടെ കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. കൊച്ചിയിലെനി പാർക്കിംഗ് ഒരു തലവേദനയല്ല. പാർക്കിങ്ങിലെ പ്രതിസന്ധി മറികടക്കാൻ മൊബൈൽ ആപ്പ് വഴി പാർക്കിംഗ് ഏരിയ ബുക്ക് ചെയ്ത് വാഹനം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ, GCDA, കൊച്ചി മെട്രോ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സഹകരണത്തോടെ CSML-ഉം കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതോടെ വാഹന പാർക്കിങ്ങിൽ കൊച്ചി മറ്റു നഗരങ്ങൾക്ക് കൂടി മാതൃകയാവുകയാണ്. ലൈസൻസിംഗ് സംവിധാനത്തിൽ വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന സംവിധാനം ഇല്ല. അപ്പോൾ ഒരു പുതിയ ഡിസൈനാണ് ഇനി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത്. H-ന് പകരം പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സൈഡ് പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ്. അപ്പോൾ ഒരു ടെസ്റ്റിൽ തന്നെ എല്ലാം നടക്കും. സിക്സാഗ്, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ്, സൈഡ് പാർക്കിംഗ്, ബോക്സ് വരച്ചിട്ട് ആ ബോക്സിനകത്തേക്ക് പാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ എല്ലാ സ്ഥലത്തും പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് ഒരു ബോക്സ് വരച്ചു കൊടുക്കണം. ഈ ബോക്സിന് പുറത്തേക്ക് വണ്ടി പാർക്ക് ചെയ്താൽ റോങ് പാർക്കിംഗ് ആയി കൺസിഡർ ചെയ്ത് ഫൈൻ അടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാർക്കിങ്ങിനൊരു അച്ചടക്കം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേഷൻ്റെ പാർക്കിംഗ് ഏരിയ കൂടാതെ പ്രൈവറ്റിൽ തുടങ്ങുമ്പോഴും നമുക്കിത് ഇങ്ങനെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ബുക്ക് ചെയ്യാനും അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനും ഒക്കെ കഴിയും. 4.81 കോടി ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ കൊച്ചി മെട്രോ, കോർപ്പറേഷൻ, GCDA, TDPC എന്നിവയ്ക്ക് കീഴിലുള്ള 30 കേന്ദ്രങ്ങളിലായി 2000 പാർക്കിംഗ് ഇടങ്ങളുടെ വിവരങ്ങളാണ് ആപ്പിൽ ഉൾക്കൊള്ളുന്നത്. വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം, കാറിന്റെ നമ്പർ, സമയം എന്നിവ നൽകി വേണം ബുക്ക് ചെയ്യാൻ. കൊച്ചി നഗരം വാഹന പാർക്കിങ്ങിൽ പാർക്ക് കൊച്ചിയിലൂടെ ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.